Hello everyone. Today we are going to discuss about our sixth chapter, emotional development. അപ്പോൾ ഫിഫ്ത്ത് ചാപ്റ്ററിൽ നമ്മൾ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെൻറ്റ് ഡിസ്കസ് ചെയ്തു അല്ലേ. ഈ ചാപ്റ്ററിൽ ഇമോഷണൽ ഡെവലപ്മെൻ്റ് ആണ്, അതല്ലെങ്കിൽ നമ്മുടെ വൈകാരികപരമായിട്ടുള്ള വളർച്ച അല്ലെങ്കിൽ വികാസമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ കീ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് മീനിങ് വരുന്നുണ്ട്. മീനിങ് ഓഫ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, ചീഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, റോൾ ഓഫ് ദ ടീച്ചർ. ഇമോഷണൽ ഡെവലപ്മെൻറ്റിന് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ടീച്ചറിൻ്റെ റോൾ എന്താണെന്ന് പറയുന്നുണ്ട്. അതുപോലെ കാതറിൻ ബ്രിഡ്ജസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഇമോഷൻസിൻ്റെ ഒരു ചാർട്ടും കൂടെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മീനിങ് ഓഫ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ദ വേർഡ് ഇമോഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം the Latin word emovere, which means to stir up, excite or move. എന്താണ് ഇത്? ഇമോഷൻ എന്നുള്ള ഒരു വേർഡ് എവിടെ നിന്ന് വന്നിട്ടുള്ളതാണ്? ലാറ്റിൻ വേർഡായിട്ടുള്ള ഇമോവിയർ എന്നർത്ഥം വരുന്ന ലാറ്റിൻ വേർഡിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ളതാണ് എന്ത്? ഇമോഷൻ എന്നുള്ള ഒരു വേർഡ്. ദാറ്റ് മീൻസ് ടു സ്റ്റെയർ അപ്പ് ഓർ എക്സൈറ്റ് ഓർ മൂവ്. എന്താണ്? ഇങ്ങനെ പ്രകോപനം കൊള്ളുക, പ്രകോപിപ്പിക്കുക, അല്ലെങ്കിൽ ഇളകി മറിയുക, അങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിൽ വരുന്ന, അതല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുക, അതല്ലെങ്കിൽ മൂവ് അല്ലെ, ചേഞ്ചസ് ഉണ്ടാവുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ വരുന്ന ലാറ്റിൻ വേർഡായ ഇമോവിയർ എന്ന പദത്തിൽ നിന്നാണ് ഇമോഷൻ എന്നുള്ള ഒരു വേർഡ് ഉണ്ടായിട്ടുള്ളത്, ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, then emotions are especially intense during early childhood. ഏർലി ചൈൽഡ്ഹുഡിൽ ഇമോഷൻസ് എന്താണ്? സാധാരണത്തേക്കാൾ കൂടുതൽ വളരെയധികം ഇൻറ്റൻസിറ്റി കൂടുതലുള്ളതായി, അതായത് തീവ്രത കൂടിയ രീതിയിലാണ് അവർക്ക് ഇമോഷൻസ് കാണപ്പെടാറ്. ഓക്കെ, ദിസ് ഈസ് എ ടൈം ഓഫ് ഡിസ്ഇക്വിലിബ്രിയം വെൻ ചിൽഡ്രൻ ആർ ഔട്ട് ഓഫ് ഫോക്കസ് ഇൻ ദ സെൻസ് ദാറ്റ് ദേ ആർ ഈസിലി അറൗസ്ഡ് ടു ഇമോഷണൽ ഔട്ട്ബേഴ്സ്. ഈ ഒരു സമയത്ത് എന്താണ് പറയുന്നത്? കുട്ടികളുടെ ഒരു ഏർലി ചൈൽഡ്ഹുഡിൽ കുട്ടികളുടെ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ഇക്വിലിബ്രിയമാണ്, ഒരു തുല്യമായ അവസ്ഥയില്ല, കീപ്പ് ചെയ്യാത്ത ഒരു സിറ്റുവേഷനാണ് ഇമോഷൻ്റെ കാര്യത്തിൽ കുട്ടികൾക്ക് ഉണ്ടാവുക. അവരുടെ ഇമോഷൻസ് എന്താണ്? ഹാപ്പിനെസ് ആണെങ്കിൽ കൂടുതൽ ടൈം ഹാപ്പിനെസ് നീണ്ടു നിൽക്കില്ല. അതുപോലെ സാഡ്നെസ് അല്ലെങ്കിൽ എന്ത് ഇമോഷൻ ആണെങ്കിലും അതെന്തില്ല, ഒരളവില്ല, ഒരു തുല്യത ഇല്ലാത്ത ഒരവസ്ഥ. കാരണം എക്സ്ട്രീമായിട്ട് അവർ ഹാപ്പി ആവും, പക്ഷെ പെട്ടെന്ന് തന്നെ അത് ചേഞ്ചായിട്ട് എന്ത് ചെയ്യും? സാഡായിട്ട് വേറൊരു ഇമോഷൻ ചേഞ്ച് ഉണ്ടാവാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് എന്ത്? ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു സമയത്ത് അവരുടെ ഇമോഷൻസ് എന്താണ്? പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് അറൗസ് ചെയ്യാൻ പറ്റും, പ്രകടിപ്പിക്കാൻ, അല്ലെങ്കിൽ ഈസി ആയിട്ട് പൊട്ടി പുറപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇമോഷൻസ് ആയിരിക്കും. അതുപോലെ പെട്ടെന്നായിരിക്കും അവർ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നതും. ഓക്കെ, പെട്ടെന്ന് അതിൽ ചേഞ്ചസും വരും. പെട്ടെന്നാണ് അവർ വളരെ തീവ്രമായിട്ടാണ് അത് പ്രകടിപ്പിക്കുന്നത്. ഓക്കെ, the intense emotionality in childhood is characterized by temper tantrums, intense fear and unreasonable outbursts of jealousy. ഈ ഒരു സമയത്തുള്ള കുട്ടികളുടെ ഇമോഷണാലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഇൻറ്റൻസ്, തീവ്രമായതായിരിക്കും. അതുപോലെ ക്യാരക്ടറൈസ്ഡ് ബൈ ടെമ്പർ ടാൻട്രംസ്, പെട്ടെന്ന് തന്നെ ദേഷ്യം വരിക, അതുപോലെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഫിയർ കാണപ്പെടുക, ആൻഡ് അൺറീസണബിൾ ഔട്ട്ബേഴ്സ് ഓഫ് ജലസി, പ്രത്യേകിച്ചൊരു കാരണമൊന്നുമില്ലാതെ പെട്ടെന്ന് അവർ ജലസി പ്രകടിപ്പിക്കുക. ഇത്രയൊക്കെയാണ് അവരുടെ ഈ ഒരു ഏർലി ചൈൽഡ്ഹുഡിൽ അവർ പ്രകടിപ്പിക്കുന്ന ഇമോഷൻസ്. പെട്ടെന്നാണ് അവർക്ക് ഇമോഷൻസ് ഉണ്ടാവുന്നതും അവർ പ്രകടിപ്പിക്കുന്നതും അല്ലേ. അത് എന്തൊക്കെയാണ്? അവരുടെ ടെമ്പർ ടാൻട്രംസ് ആയിട്ടും ഫിയർ ആയിട്ടും അതുപോലെ ജലസൊക്കെ ആയിട്ടാണ് അവർ ഈ ഒരു സമയത്ത് പ്രകടിപ്പിക്കുക. അതുപോലെ തന്നെ ഈ ഇമോഷൻസ് ഒന്നും എന്തല്ല, ലോങ് ലാസ്റ്റിംഗ് അല്ല, പെട്ടെന്ന് അതിൽ ചേഞ്ചസ് വരും. ഇപ്പോൾ ടെമ്പർ സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനെന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഇമോഷൻ ചേഞ്ച് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വേറൊരു ഇമോഷനിലേക്ക് മാറാൻ സാധിക്കും. എന്താണ്? അത് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഇൻറ്റൻസിറ്റി കൂടുതലാണെങ്കിൽ കൂടി അതെന്തില്ല, ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്ന ഇമോഷൻസ് ആവില്ല. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ചീഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമോഷണൽ ഡ്യൂറിങ് preschool years. Okay,
അപ്പോൾ പ്രീ സ്കൂൾ ഇയേഴ്സിൽ കുട്ടികളുടെ ഇമോഷൻസ് അല്ലേ എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ സ്വഭാവങ്ങൾ എങ്ങനെയൊക്കെയാണെന്നാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഡ്യൂറിങ് ഏർലി ചൈൽഡ്ഹുഡ് ഇമോഷൻസ് അപ്പിയർ മോർ ഫ്രീക്വൻ്റ്ലി ആൻഡ് മോർ ഇൻറ്റൻസ്ലി. ഈ ഒരു ഏർലി ചൈൽഡ്ഹുഡിൽ കുട്ടികളുടെ ഇമോഷൻസ് കാണപ്പെടുന്നത് എങ്ങനെയാണ്? ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെപ്പോഴും ഇമോഷൻസ് ഉണ്ടാവും ചെയ്യും. അതുപോലെ അത് വളരെ ഇൻറ്റൻസിറ്റി കൂടിയതാവും, ഭയങ്കര തീവ്രമായിട്ടുള്ള ഇമോഷൻസ് ആവും ചെയ്യും. എപ്പോഴെപ്പോഴും അത് ഉണ്ടാവുകയും ചെയ്യും, വരും ചെയ്യും. ഇപ്പോൾ സങ്കടമാണെങ്കിൽ എപ്പോഴും സങ്കടം വരും, സന്തോഷമാണെങ്കിൽ എന്താണ് അവരെപ്പോഴും സന്തോഷം പ്രകടിപ്പിക്കും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് ഏർലി ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുക. ഓക്കെ, പ്രത്യേകിച്ച് ഒരു കാരണമൊന്നും വേണമെന്നില്ല, ചെറിയൊരു കാരണം ഉണ്ടെങ്കിൽ തന്നെ അവർ പെട്ടെന്ന് അവർക്ക് എന്തുണ്ടാവും, ഇമോഷൻസ് പുറത്ത് കാണിക്കപ്പെടും. ഓക്കെ, അതുപോലെ തന്നെ അതിന് ഇൻറ്റൻസിറ്റിയും കൂടുതലായിരിക്കും. ഓക്കെ, അടുത്തതായിട്ട് ഇമോഷൻസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ റിലേഷൻ ടു കോൺക്രീറ്റ് ഒബ്ജക്ട്സ്. അവരുടെ ഇമോഷൻസ് ഭൂരിപക്ഷം അതല്ലെങ്കിൽ കൂടുതലായിട്ടും കോൺക്രീറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അവർ പുറത്ത് കാണിക്കാറ്. കോൺക്രീറ്റ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ്, അവരുടെ തിങ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമ്മൾ വാങ്ങിക്കുക, അതല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ടോയ് വാങ്ങിക്കുക, അവർക്ക് പേഴ്സണലായിട്ടുള്ള ക്യാരക്ടേഴ്സ്, അവരുടെ മദർ അല്ലെങ്കിൽ അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആരെങ്കിലും നമ്മൾ പിടിച്ചു വെക്കുക അല്ലേ, നമ്മളുടേതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കുട്ടികളെ നമ്മൾ ഇങ്ങനെ കളിപ്പിക്കുമല്ലോ അല്ലേ. സോ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴാണ് കുട്ടികൾക്ക്, അതായത് കൂടുതലായിട്ടും കോൺക്രീറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് അവരുടെ പേഴ്സണൽ തിങ്സുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് അവർക്ക് എന്തുണ്ടാവുന്നത്, ഈ ഒരു ടെമ്പർ ടാൻട്രംസ് അല്ലെങ്കിൽ ഇമോഷൻസ് അവർ കൂടുതൽ പ്രകടിപ്പിക്കുന്നത്. ഓക്കെ, അടുത്തത് ഇമോഷൻസ് ആർ ടെമ്പററി. അവരുടെ ഇമോഷൻസ് എന്താണ്? ടെമ്പററി ആണ്, താൽക്കാലികമാണ് അല്ലേ. പെട്ടെന്ന് തന്നെ വരും ചെയ്യും, പക്ഷേ അതപ്പം തന്നെ ചേഞ്ച് ആവും അല്ലേ. സോ താൽക്കാലികമാണ്. അവർക്കിപ്പോൾ ഒരു കാര്യത്തിന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ തന്നെ എന്തില്ല, ആ ദേഷ്യം അവർക്ക് ഇങ്ങനെ കുറേ ലോങ് ലാസ്റ്റിംഗ് അല്ല, കുറേ നേരം നീണ്ടു നിൽക്കില്ല, അവർ അത് ഓർത്ത് വെക്കില്ല അല്ലേ. അതപ്പോൾ തീർന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ അവർക്ക് ഹാപ്പിനെസ് കൊടുക്കുന്ന എന്തെങ്കിലും കാണിച്ചു കൊടുക്കുക അല്ലേ. കോൺക്രീറ്റ് ഒബ്ജക്ട്സ് ആണ് നമ്മൾ പറഞ്ഞു. സോ കോൺക്രീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ടോയ്സോ അങ്ങനെ എന്തെങ്കിലും കാണിച്ചു കൊടുക്കുകയോ നമ്മൾ അവരെ കളിപ്പിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, അവരുടെ ആ ഒരു മൂഡ് ചേഞ്ച് ആവും, അല്ലെങ്കിൽ ഇമോഷൻ ചേഞ്ച് ആയിട്ട് അവർ ഹാപ്പി ആവും അല്ലേ. ദ ചൈൽഡ് ഷിഫ്റ്റ്സ് ഹിസ് ഇമോഷൻസ് വെരി റാപ്പിഡ്ലി. കുട്ടിക്ക് എന്താണ് ഏർലി ചൈൽഡ്ഹുഡിൽ കേട്ടോ, ഏർലി ചൈൽഡ്ഹുഡിൽ കുട്ടിക്ക് ഇമോഷൻസ് പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ, ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഇഷ്ടമുള്ള ഒരു വസ്തുവോ ആളെയോ കണ്ടു കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്തിട്ട് ചിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കും. അതാണ് അവരുടെ ഇമോഷൻസ് എന്താണ്, റാപ്പിഡായിട്ട് അവർക്ക് ചേഞ്ച് ചെയ്യാനും പറ്റും, പിന്നെ പെട്ടെന്ന് തന്നെ ഇമോഷൻസ് വരും ചെയ്യും. അത് ടെമ്പററി ആയിട്ട് നിലനിർത്തുകയില്ല. ഓക്കെ, ദാറ്റ് ഇസ് ദ തിങ്. ഓക്കെ, ദെൻ ഇമോഷണൽ എക്സ്പ്രഷൻസ് ഇൻ ഏർലി ചൈൽഡ്ഹുഡ് ആർ ഇൻറ്റൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ സ്റ്റിമുലസ്. എന്താണ് അവരുടെ ഈ ഒരു ഏർലി ചൈൽഡ്ഹുഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നിലനിൽപ്പില്ല, അവരുടെ സ്ഥിരമായിട്ടൊരു സ്ഥിരത ഇല്ലാത്തൊരു നിലനിൽപ്പില്ലാത്തൊരു ഇമോഷൻസ് ആണ് അവർക്ക് ഉണ്ടാവുക. അവർ ഇമോഷൻസ് അങ്ങനെയാണ് പ്രകടിപ്പിക്കുക. മുകളിൽ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് എന്തില്ല, വളരെ ഇൻറ്റൻസ് ആയിട്ടാണ് അവർ പ്രകടിപ്പിക്കുന്ന സമയത്ത് ഇമോഷൻ പ്രകടിപ്പിക്കുക. പക്ഷെ എന്തില്ല, അത് കുറേ നേരം നീണ്ടു നിൽക്കുന്ന ഇമോഷൻസ് അല്ല. ഓക്കെ, അടുത്തത് ചിൽഡ്രൻ ഫെയിൽ ടു ഹൈഡ് ദെയർ ഇമോഷൻസ് ബട്ട് എക്സ്പ്രസ് ദം ഇൻഡയറക്ട്ലി ത്രൂ ദെയർ different activities such as crying, nail biting, thumb sucking and speech difficulties. എന്താണ്, ചില സമയം കുട്ടികൾക്ക് അങ്ങനെ ഒരുപാട് അവരുടെ ഇമോഷൻസ് ഹൈഡ് ചെയ്ത് വെക്കാൻ സാധിക്കില്ല. ഇപ്പോൾ വലിയ ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വന്നാൽ നമ്മൾ ദേഷ്യം പ്രകടിപ്പിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ വലിയ ആൾക്കാർ ദേഷ്യം പ്രകടിപ്പിക്കില്ല അല്ലേ. പക്ഷേ കുട്ടികൾക്ക് അത് അങ്ങനെ ഹൈഡ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അവരത് അങ്ങനെ ഹൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ തന്നെ അവരത് വേറെ സയൻസായിട്ട് അല്ലെങ്കിൽ വേറെ കാര്യങ്ങളായിട്ട് പുറത്ത് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, കുട്ടികൾ ആ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ആയിട്ട് പുറത്ത് വരും. എങ്ങനെ, ചില കുട്ടികൾ കരഞ്ഞുകൊണ്ടാവും പ്രകടിപ്പിക്കുക, ചില കുട്ടികൾ നെയിൽ ബൈറ്റിംഗ് ആണ്, നഖം കടിച്ചുകൊണ്ട് അവരുടെ ആ ഒരു ദേഷ്യമോ സങ്കടം എന്താണെങ്കിലും അത് പ്രകടിപ്പിക്കാൻ അങ്ങനെയാണ് ട്രൈ ചെയ്യുക. അതുപോലെ തംസ് സക്കിങ്, വിരലിങ്ങനെ സക്ക് ചെയ്തുകൊണ്ട് ദേഷ്യം അല്ലെങ്കിൽ അവരുടെ ഇമോഷൻ പ്രകടിപ്പിക്കും. അതുപോലെ സ്പീച്ച് ഡിഫിക്കൽട്ടീസ്, അവർക്ക് പുറത്ത് പറയാൻ വേണ്ടിയിട്ട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുന്നതിലൂടെയൊക്കെയാണ് അവരെന്ത് ചെയ്യുന്നത്, അവരുടെ ഇമോഷൻസ് ഹൈഡ് ചെയ്യുന്നത്. അവരുടെ ഇമോഷൻസ് ഹൈഡ് ചെയ്യുന്നത് എന്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം എന്ന് പറയുന്നത് ഇത്തരം ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസിലൂടെ. കുട്ടികൾ കരഞ്ഞുകൊണ്ടോ നൈൽ ബൈറ്റ് ചെയ്തുകൊണ്ടോ ഒക്കെ എന്ത് ചെയ്തും അവർക്ക് ഒരു ഇമോഷനിലാണ് അവർക്ക് ഹൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ അവർ തരുന്ന സിഗ്നൽസാണ് ഇത്തരം ആക്ടിവിറ്റീസ്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ദെൻ
The emotional tie between infant and mother is a crucial factor in the social and emotional development of the growing child. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ ഇമോഷണൽ ഒരു അല്ലെങ്കിൽ ഇമോഷണലി കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു പേഴ്സണാണ് ആര്, ആ കുട്ടിയുടെ അമ്മ അല്ലേ. ഒരു മദർ ചൈൽഡ് ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണലി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഏർലി ചൈൽഡ്ഹുഡ് സ്റ്റേജിൽ. ഈ ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുന്നത് ആരോടായിരിക്കും, ആ കുട്ടിയുടെ അമ്മയോടായിരിക്കും അല്ലേ. വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് അവരുടെ അമ്മയോടായിരിക്കും ഏറ്റവും കൂടുതൽ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുക അല്ലേ. ചിൽഡ്രൻ ഷോ സൈൻസ് ഓഫ് ഫിയർ ആൻഡ് ആങ്സൈറ്റി ഇൻ ദ പ്രസൻസ് ഓഫ് എ സ്ട്രേഞ്ച് പേഴ്സൺ അല്ലേ. കുട്ടികൾ എന്ത് ചെയ്യുന്ന പറയുന്നത്, അവരുടെ ഫിയർ, ഭയം, അതല്ലെങ്കിൽ ആങ്സൈറ്റി, ഉത്കണ്ഠയൊക്കെ കാണിക്കും എങ്ങനെ, വേറൊരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളുടെ മുന്നിൽ. കുട്ടിക്ക് അതുവരെ പരിചയമില്ലാത്ത സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളെ കാണുകയാണെങ്കിൽ കുട്ടി പെട്ടെന്ന് എന്ത് ചെയ്യും, പെട്ടെന്ന് പേടിക്കും. അതുപോലെ അവരുടെ ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠയൊക്കെ അവർ പുറത്ത് കാണിക്കും അല്ലേ. ആൻഡ് ദ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ ഓഫ് ചിൽഡ്രൻ ഇറ്റ് സീക്ക് ദ സെക്യൂരിറ്റി ഓഫ് ദെയർ മദർ. കുട്ടി പെട്ടെന്ന് തന്നെ അവരുടെ മദറിൻ്റെ അടുത്തേക്കുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് കാണിക്കാൻ തുടങ്ങും അല്ലേ. കുട്ടി പെട്ടെന്ന് മദറിൻ്റെ ഹെൽപ്പ് തേടാൻ തുടങ്ങും. അതല്ലെങ്കിൽ അവരെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അമ്മയുടെ കൂടെ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അമ്മയുടെ ഒരു സെക്യൂരിറ്റി സീക്ക് ചെയ്യും എന്നാണ് പറയുന്നത്, അന്വേഷിക്കും. ഓക്കെ, അമ്മയുടെ കയ്യിലെത്തുന്നത് വരെ കുട്ടി എന്തായിരിക്കും, ആ ഒരു ഫിയറും ആങ്കറും അതുപോലെ കുട്ടിയുടെ ആങ്സൈറ്റിയൊക്കെ കുട്ടി പ്രകടിപ്പിക്കും. ഓക്കെ, സ്ട്രേഞ്ചേഴ്സ് കുട്ടികൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്ട്രേഞ്ചേഴ്സിനെ കാണുക എന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ആ സമയത്ത് കുട്ടികൾ അവരുടെ അമ്മയുടെ ഹെൽപ്പ് തേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ദ സ്ട്രേഞ്ചർ ആങ്സൈറ്റി ദാറ്റ് കംസ് വിച്ച് ഈസ് നോൺ ആസ് സെപ്പറേഷൻ ആങ്സൈറ്റി. ഇതിനെ നമ്മൾ സ്ട്രേഞ്ചർ ആങ്സൈറ്റി എന്നാണ് പറയുക. ഒരു സ്ട്രേഞ്ചറിനെ കണ്ടു കഴിഞ്ഞാൽ കുട്ടി അമ്മയിലേക്ക് പെട്ടെന്ന് പോകാൻ ശ്രമിക്കുന്ന, അവരുടെ ആ ഒരു ഫിയറൊക്കെ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു സിറ്റുവേഷനെ സ്ട്രേഞ്ചർ ആങ്സൈറ്റി എന്നാണ് പറയുന്നത്. ദ സെയിം ടൈം വിച്ച് ഈസ് നോൺ ആസ് സെപ്പറേഷൻ ആങ്സൈറ്റി, അത് സെപ്പറേഷൻ ആങ്സൈറ്റി ആയിട്ടും കൂടെ കണക്കാക്കപ്പെടുന്നു. സ്ട്രേഞ്ചേഴ്സ് ആങ്സൈറ്റി അതല്ലെങ്കിൽ സെപ്പറേഷൻ ആങ്സൈറ്റി ആയിട്ടാണ് ഈ ഒരു സിറ്റുവേഷനെ കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ചിൽഡ്രൻ വിൽ ക്രൈ ആൻഡ് ഫീൽ അപ്സെറ്റ് വെൻ ദേ ഡു നോട്ട് ഫൈൻഡ് ദെയർ മദർ. ഇനിയിപ്പോൾ അവർ അമ്മ കൂടെ ഇല്ലാത്ത സമയത്താണ് ഒരു സ്ട്രേഞ്ചറെ കാണുന്നതെങ്കിലോ അമ്മ കാണുന്നത് വരെ അല്ലെങ്കിൽ അമ്മയുടെ ഹെൽപ്പ് കിട്ടുന്നത് വരെ കുട്ടി എന്ത് ചെയ്യും, കരയും. അതുപോലെ അപ്സെറ്റായിട്ട് കാണപ്പെടും എന്നാണ് പറയുന്നത്. കുട്ടി ഉറക്കെ കരഞ്ഞിട്ട് അമ്മയുടെ അടുത്തെത്തും. അതല്ലാന്നുണ്ടെങ്കിൽ കുട്ടി അപ്സെറ്റായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, പ്രീ സ്കൂളേഴ്സ് കണ്ടിന്യൂ ടു ഡിപ്പെൻഡ് ഓൺ ദെയർ മദേഴ്സ് ഓർ എ കെയർ ഗീവർ ഫോർ അപ്രൂവൽ ആൻഡ് അഫെക്ഷൻ. ഇനി പ്രീ സ്കൂളേഴ്സ് ആയിക്കഴിഞ്ഞാലും ഏർലി ചൈൽഡ്ഹുഡിൽ തീരെ ചെറിയ കുട്ടികളിൽ നിന്നും പ്രീ സ്കൂളേഴ്സ് ആയി എന്ന് വിചാരിച്ചോളൂ. ആ ഒരു സമയമായാലും കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, അമ്മയുടെ ഹെൽപ്പ് അല്ലെങ്കിൽ അമ്മയുടെ അറ്റാച്ച്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. ചില കുട്ടികളെ അമ്മയാവില്ല അല്ലേ, കെയർ ഗീവേഴ്സ് ആയിരിക്കും. അതല്ലെങ്കിൽ വല്ല ആയാസ്, അതുപോലെ വീട്ടിലെ മുതിർന്ന അല്ലേ ഗ്രാൻഡ് പാരൻസ് അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും കെയർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അമ്മ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കെയർ ഗീവേഴ്സിൻ്റെ ഹെൽപ്പും അറ്റൻഷനും എപ്പോഴും ആർക്ക് ആവശ്യമാണെന്നാണ് പറയുന്നത്, പ്രീ സ്കൂളേഴ്സ് ആയാൽ പോലും കുട്ടികൾക്ക് ആവശ്യമാണ്. ഓക്കെ, ദേ ഷോ ദെയർ ഡിപ്പെൻഡൻസി ബൈ ക്ലിങ്ങിങ് ദർ പേഴ്സൺ ആൻഡ് ക്രൈയിങ് വെൻ ലെഫ്റ്റ് വിത്ത് സംവൺ. എന്താണ്, അവരുടെ അറ്റൻഷൻ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ അമ്മയുടെയോ അല്ലെങ്കിൽ കെയർ ഗീവറുടെയോ അറ്റൻഷൻ എപ്പോഴും അവരെ പിടിച്ചുകൊണ്ട് ക്ലിങ് ചെയ്തുകൊണ്ടായിരിക്കും ഈ കുട്ടികളെ കാണപ്പെടുക. ഇനി വേറെ ആരെങ്കിലും കൂടെ പോവേണ്ടി വന്നാൽ എന്താണ്, ഈ കുട്ടികൾ എപ്പോഴും അവരുടെ ആ ഒരു കരയുക അതല്ലെങ്കിൽ അവരുടെ ആ ഒരു ആക്ഷൻസ് അവർ പ്രകടിപ്പിക്കും. അവർക്ക് ഈ ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ അമ്മ അതല്ലെങ്കിൽ കെയർ ഗീവർ എന്ന് പറയുന്ന ഈ ഒരു പേഴ്സൺസിൻ്റെ ഒരു അറ്റൻഷനിലൂടെ പോകുന്നതായിരിക്കും അവർക്ക് ഇഷ്ടം. അതല്ലാതെ വേറൊരാളെ അവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ സ്കൂളിലൊക്കെ അവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തുണ്ടെന്നാണ് പറയുന്നത്, അവർക്കത് ഒബേ ചെയ്യാൻ അല്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ അവർക്ക് മടിയാണ്. അവർ കരഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടാണ് അവരതിനെതിരെ പ്രതികരിക്കുന്നത്. ഓക്കെ, ദിസ് ഡിപ്പെൻഡൻസി ബിഹേവിയർ ഗ്രാജുവലി ഡിക്രീസസ്. ഇങ്ങനെ ഡിപ്പെൻഡൻസി ഉള്ള ഒരു സ്വഭാവം കുറച്ച് ദിവസം സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ പതിയെ എന്ത് ചെയ്യും, അത് കുറഞ്ഞു വരും. ആസ് ചിൽഡ്രൻ ഗ്രോ ഓൾഡർ, ഇനി അവർ കുറച്ച് വളരുന്നതിനനുസരിച്ച് എന്താണ് ഈ ഒരു ഡിപ്പെൻഡൻസി ഹാബിറ്റ് കുറഞ്ഞു വരും എന്നാണ് പറയുന്നത്. ഓക്കെ, കോമൺ ഫിയേഴ്സ് എമംഗ് ചിൽഡ്രൻ ആർ ടുവാർഡ്സ് ലൗഡ് നോയ്സസ്.
കുട്ടികളിൽ കോമൺ ആയിട്ട് വരുന്ന ഫിയർ അല്ലേ, എന്തൊക്കെ കാണുമ്പോഴാണ് കുട്ടികൾക്ക് ഫിയർ അല്ലെങ്കിൽ ഭയം ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. കോമൺ ഫിയേഴ്സ് എന്തൊക്കെ കേൾക്കുമ്പോഴാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാണുമ്പോഴാണെന്ന്. ഓക്കെ, അത് വലിയ ലൗഡായിട്ടുള്ള നോയ്സസ്, വലിയ ഉച്ചത്തിലുള്ള സൗണ്ട്സ്, അതുപോലെ ഡാർക്ക്നെസ്, ഇരുട്ട്, അതുപോലെ ആനിമൽസ് അല്ലേ, കുട്ടികൾക്ക് ഭയാനകമായിട്ട് തോന്നുന്ന ആനിമൽസ്, സ്ട്രേഞ്ച് പേഴ്സൺസ്, പ്ലേസസ് ആൻഡ് ഒബ്ജക്ട്സ്, സ്ട്രേഞ്ച് ആയിട്ടുള്ള പേഴ്സൺസ്, ആൾക്കാർ, അതുപോലെ ഒബ്ജക്ട്സ്, തിങ്സ് അല്ലെ, കുട്ടികൾക്ക് ഭയം തോന്നുന്ന രീതിയിലുള്ള വസ്തുക്കൾ, അതുപോലെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴാണ് കുട്ടികൾ അവരുടെ ഫിയർ അല്ലെങ്കിൽ ഭയം കൂടുതലായിട്ട് പ്രകടിപ്പിക്കുന്നത്. എന്തൊക്കെയാണ്? ലൗഡ് നോയ്സസ്, ഡാർക്ക്നെസ്, ആനിമൽസ്, സ്ട്രേഞ്ച് പേഴ്സൺസ് ആൻഡ് സ്ട്രേഞ്ച് പ്ലേസസ് ആൻഡ് ഒബ്ജക്ട്സ്. സ്ട്രേഞ്ച് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർ ഫിയർ എക്സ്പ്രസ് ചെയ്യും. ഇങ്ങനെ സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോഴൊക്കെയാണ് അവരെന്ത് ചെയ്യുന്നത്, അവരുടെ ഫിയർ പുറത്തു വരുന്നത്. അത് അവർ ഉറക്കി കരഞ്ഞുകൊണ്ടൊക്കെയാണ് അവരത് എക്സ്പ്രസ് ചെയ്യുന്നത്, അവരുടെ ഫിയർ അല്ലേ. സോ എന്താണ്, സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോഴാണ് കുട്ടികൾ ഫിയർ അനുഭവപ്പെടുന്നത്. അല്ലെങ്കിൽ കോമൺ ഫിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലേ. ദെൻ ചിൽഡ്രൻ ക്രൈ അറ്റ് വൺ മൊമെൻറ്റ് ആൻഡ് ദ നെക്സ്റ്റ് മൊമെൻറ്റ് ദേ ബിക്കം ഹാപ്പി. ഇനി എന്താണ്, കുട്ടികളുടെ ഇമോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ, വളരെ തീവ്രമാണ് അല്ലേ. അപ്പോൾ എന്താണ്, അവർ പെട്ടെന്ന് തന്നെ ഇമോഷൻ വരും ചെയ്യും. സോ അവർ ഒരു സമയത്ത് കരയുകയാണെങ്കിൽ എന്താണ്, പെട്ടെന്ന് തന്നെ അത് ഹാപ്പി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത മൊമെൻറ്റിൽ തന്നെ അത് ഹാപ്പി ആയിട്ട് ചേഞ്ച് ആവുകയും ചെയ്യും. ഓക്കെ, ദെയർ ഇമോഷൻസ് ആർ ട്രാൻസിറ്ററി ആൻഡ് ഇൻറ്റൻസ്. എന്താണ്, അവരുടെ ഇമോഷൻസ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റി കൂടുതൽ, തീവ്രത കൂടുതലുള്ളതുമായിരിക്കും കുട്ടികളുടെ ഇമോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇറ്റ് ഈസ് സ്പോണ്ടേനിയസ് ടു. ചിൽഡ്രൻ വാരി ഇൻ ദെയർ ഇമോഷൻസ്. എന്താണ്, സ്പോണ്ടേനിയസ് ആയിട്ടും കൂടിയാണ് അവരുടെ ഇമോഷൻസ്. പെട്ടെന്നാണ് അവർക്ക് ഇമോഷൻസ് പുറത്ത് വരിക അല്ലേ. ചെറിയൊരു കാരണം കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ കരയാനും അതല്ലെങ്കിൽ ചിരിക്കാനൊക്കെ പറ്റും അവർക്ക്. പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ടാണ് അവർക്ക് ഇമോഷൻസ് വരിക. അതുപോലെ തന്നെ ഓരോ കുട്ടിയുടെയും ഇമോഷൻസ് എന്താണ്, ഡിഫറെൻ്റ് ആണ് അല്ലേ. ഇമോഷൻസ് വാരിയിങ് ആണ്. പല കുട്ടികളും പലതരത്തിലാണ് ഇമോഷൻസ്. ചില കുട്ടികൾക്ക് ഫാസ്റ്റായിട്ട് വരും ചെയ്യും, ഫാസ്റ്റായിട്ട് പോവുകയും ചെയ്യും. ചില കുട്ടികൾക്ക് ഇമോഷൻസ് അത്രയും പെട്ടെന്ന് വരില്ല, പെട്ടെന്ന് പോവില്ല. അങ്ങനെയുള്ള ഒരുപാട് നീണ്ടു നിൽക്കുന്ന ഇമോഷൻസ് കുട്ടികൾക്ക് ഉണ്ടാവില്ല. ഓക്കെ, then this variation depends on the state of their physical health and socio-emotional environment at home. ഇനി ഇവരുടെ ഈ ഒരു വേരിയേഷൻ, പല കുട്ടികളിലും ഇമോഷൻ എന്താണ്, പല വേരിയേഷൻസ് ഉണ്ട് അല്ലേ, പല രീതിയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അത് ആ വേരിയേഷൻ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്റ്റേറ്റ് ഓഫ് ബീയിങ്, ഫിസിക്കൽ ഹെൽത്തിൻ്റെ ഒരു കണ്ടീഷൻ ബേസ് ചെയ്തിട്ടാണ് അത് ഒന്നാമതായിട്ടുണ്ടാവുക അല്ലേ. ഫിസിക്കലി ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇമോഷൻസൊക്കെ വളരെ ഫാസ്റ്റായിട്ടല്ലേ, ഹാപ്പി ആയിട്ടും സാഡായിട്ടൊക്കെ മാറാൻ സാധിക്കും. ഫിസിക്കലി ഹെൽത്തി ആയിട്ടല്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഫിസിക്കലി എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ എപ്പോഴും സാഡായിട്ടുള്ള ഒരു ഇമോഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. സോ അതാണ് പറയുന്നത്, ഓരോരുത്തരുടെ ഹെൽത്ത് കണ്ടീഷനെയും അതുപോലെ സോഷ്യോ ഇമോഷണൽ എൻവയോൺമെൻറ്റ്, വീട്ടിൽ സാമൂഹികപരമായിട്ടും അതല്ലെങ്കിൽ ഇമോഷണലായിട്ടും ഉള്ള ചുറ്റുപാടുകൾ, നമ്മൾ കുട്ടികൾക്ക് ഹാപ്പിനെസ് കൂടുതൽ കൊടുക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് വീട്ടിലുള്ളതെങ്കിൽ കുട്ടികൾ കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കും അല്ലേ. അതുപോലെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കപ്പെടുന്ന വീടുകളാണെങ്കിൽ എന്താണ്, കൂടുതൽ സമയം കുട്ടിക്ക് ബാഡായിട്ടില്ലെങ്കിൽ സാഡായിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കും കൂടുതൽ കുട്ടി പ്രകടിപ്പിക്കുന്നുണ്ടാവുക. ഓക്കെ, സോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് കുട്ടികളുടെ ഇമോഷൻസ് ഡിഫറെൻ്റ് ആയിട്ട് മാറാം. ഓക്കെ, നല്ല ഹെൽത്തിയും അതുപോലെ സോഷ്യോ ഇമോഷണൽ കണ്ടീഷനും ഉണ്ടെങ്കിൽ നല്ല ഹാബിറ്റ്സ് അല്ലെങ്കിൽ നല്ല ഇമോഷൻസാണ് കുട്ടികൾക്ക് ഉണ്ടാവുക. അതല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളെപ്പോഴും സാഡായിരിക്കും. അടുത്തതായിട്ട് ഇമോഷൻസ് ആർ 2 ടൈപ്സ് അല്ലേ. 2 തരത്തിലാണ് ഇമോഷൻസിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് പോസിറ്റീവ് ഇമോഷൻസും ദ നെക്സ്റ്റ് വൺ ഇസ് നെഗറ്റീവ് ഇമോഷൻസ്. 2 തരത്തിലാണ് ഇമോഷനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്, പോസിറ്റീവ് ഇമോഷൻസ് ആൻഡ് നെഗറ്റീവ് ഇമോഷൻസ്. സോ നമുക്ക് പോസിറ്റീവ് ഇമോഷൻ എന്താണെന്ന് നോക്കാം അല്ലേ. പ്ലസൻറ്റ് ഇമോഷൻസ് ദാറ്റ് ആർ ഹെൽപ്ഫുൾ ആൻഡ് എസെൻഷ്യൽ ടു ദ നോർമൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ. ലവ്, അമ്യൂസ്മെൻറ്റ്, ക്യൂരിയോസിറ്റി, ജോയ് എക്സെട്ര ആർ ദ പോസിറ്റീവ് ഇമോഷൻസ്. പോസിറ്റീവ് ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്ലസൻറ്റ് ഇമോഷനാണ് അല്ലേ. സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ സന്തോഷകരമായിരിക്കുന്ന ഒരു വികാരം, ഇമോഷനാണ്. ദാറ്റ് ആർ ഹെൽപ്ഫുൾ ആൻഡ് എസെൻഷ്യൽ ടു ദ നോർമൽ ഡെവലപ്മെൻറ്റ്. ഇത് നോർമൽ ഡെവലപ്മെൻറ്റിന് വളരെ അത്യാവശ്യവുമാണ്, നോർമൽ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ഇമോഷനാണ് എന്ത്, പോസിറ്റീവ് ഇമോഷൻസ്. ഓക്കെ, ലവ്, അമ്യൂസ്മെൻറ്റ്, ക്യൂരിയോസിറ്റി, ജോയ് എക്സെട്ര ആർ ദ
പോസിറ്റീവ് ഇമോഷൻസ്. ഇവയൊക്കെയാണ് എന്തുള്ളത്, പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ്. ഓരോ ഇൻഡിവിജ്വലിനെയും എന്ത് ചെയ്യുന്നത്, അവരുടെ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന വികാരങ്ങളാണ് ഇതൊക്കെ. ലവ്, സ്നേഹം, അമ്യൂസ്മെൻറ്റ് അല്ലേ, അതുപോലെ ക്യൂരിയോസിറ്റി, ജോയ്, സന്തോഷം, ഇത്തരത്തിലുള്ള ഇമോഷൻസൊക്കെയാണ് പോസിറ്റീവ് ഇമോഷനായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇത് നമ്മുടെ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഡെവലപ്മെൻറ്റിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഇമോഷനാണ് പോസിറ്റീവ് ഇമോഷൻ. ഓക്കെ, ദെൻ അടുത്തത് നെഗറ്റീവ് ഇമോഷൻ ആണ് അല്ലേ. നെഗറ്റീവ് ഇമോഷൻ ഇസ് അൺപ്ലസൻറ്റ് ഇമോഷൻസ് വിച്ച് ആർ ഹാംഫുൾ ടു ദ ഇൻഡിവിജ്വൽസ് ഡെവലപ്മെൻറ്റ്. നെഗറ്റീവ് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അൺപ്ലസൻ്റ് ആണ്, സന്തോഷമില്ലാത്ത അല്ലേ, സന്തോഷകരമല്ലാത്ത ഇമോഷൻസ് അല്ലേ, ഫീലിങ്സിനെയാണ് എന്ത് പറയുന്നത്, നെഗറ്റീവ് ഇമോഷൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഡെവലപ്മെൻറ്റിനെ മോശമായിട്ടാണ് ബാധിക്കുക, ഹാംഫുൾ ആയിട്ടാണ് ബാധിക്കുന്നത്. സോ നെഗറ്റീവ് ഇമോഷൻ ഈസ് നോട്ട് ഗുഡ്. ഓക്കെ, അപ്പോൾ നല്ല ഇമോഷൻസ് എന്താണ്, പോസിറ്റീവ് ഇമോഷൻസ് ആണ്. നെഗറ്റീവ് ഇമോഷൻ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഡെവലപ്മെൻറ്റിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഇമോഷൻസ് ആണ്. ഓക്കെ, ഫിയർ, ആങ്കർ, ജലസി, ഗിൽട്ട് എക്സെട്ര ആർ ദ നെഗറ്റീവ് ഇമോഷൻസ് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ്, ഫിയർ അല്ലേ, ഫിയർ എന്താണ്, ഭയം, ആങ്കർ ദേഷ്യം, ജലസ് എന്താണ്, അസൂയ, ഗിൽട്ട് കുറ്റബോധം, ഇവയൊക്കെയാണ് എന്തുള്ളത്, നെഗറ്റീവ് ഇമോഷൻസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. സോ ഇത്തരം വികാരങ്ങളുടെ ഒന്നും ആവശ്യം നമുക്കില്ല അല്ലേ. ഇത്തരം വികാരങ്ങളൊക്കെ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റിനെ തടസ്സപ്പെടുത്തുന്നതാണ് ഇത്തരം നെഗറ്റീവ് ഇമോഷൻസ്. സോ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമോഷൻസ് ഇത്രയാണുള്ളത്. സോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഫസ്റ്റ് പാർട്ട് വീഡിയോ ക്ലാസ്സസ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും നിർബന്ധമായിട്ട് വീഡിയോ ക്ലാസ്സസ് വാച്ച് ചെയ്യുക, മനസ്സിലാക്കുക ക്ലാസ്സസ്. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.